പുതിയ UDF സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് UDF സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ചുവടുവെപ്പായിരിക്കുമെന്നാണ് ബജറ്റ് അവതരിപ്പിക്കും മുമ്പ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞത്. പക്ഷേ ബജറ്റ് വായന പൂർത്തിയാക്കിയപ്പോൾ അതൊരു വെടിക്കെട്ടിലെ ആകാശവിസ്മയം മാത്രമായി അവശേഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാണാനും കേൾക്കാനുമൊക്കെ നല്ല ഭംഗിയുണ്ട്, കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും. പക്ഷേ കേരളത്തിൻ്റെ വർത്തമാനകാല സാമ്പത്തിക സാഹചര്യങ്ങളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ബഡ്ജറ്റാണ് നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് വാഗ്ദാനങ്ങൾ ബജറ്റ് വായനയിൽ ഉടനീളം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം പൂർത്തീകരിക്കാൻ ആവശ്യമായ ധനാഗമ മാർഗം എന്താണ് എന്ന് എവിടെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് കേരളത്തിലെ ഖജനാവ് പൂച്ചപ്പെറ്റ് കിടക്കുകയാണ് എന്നാണ്. ഖജനാവ് നിറക്കലായിരിക്കും UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രവർത്തനമെന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷം മുഖ്യമന്ത്രിയായപ്പോഴും പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച ഈ രേഖയിലും ആ രേഖയിലും കേരളത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച്, ധവളപത്രത്തിലും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഖജനാവ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള ധനാഗമ മാർഗം എന്താണ്, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്താണ്, അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശമോ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയയോ ഈ ബജറ്റിൽ എവിടത്തും പറയുന്നില്ല. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ മറ്റൊരാവർത്തനം. ഒരു പ്രകടന പത്രിക എന്നല്ലാതെ, കുറേ സ്വപ്നങ്ങൾ വാരി വിതറുക എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ എന്തെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ എവിടെയും പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു ആകാശവിസ്മയം മാത്രമാണ്, പൊട്ടിത്തീരുന്നതേയുള്ളൂ. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭംഗിയുണ്ടാവുമെന്നല്ലാതെ പിന്നെ എവിടെയും അത് കാണാൻ വേണ്ടി പോകുന്നില്ല. ഉദാഹരണമായിട്ട് എല്ലാ പദ്ധതികളെയും കുറിച്ച് പരിശോധിക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ തോതിൽ കൊട്ടിഘോഷിച്ചതാണല്ലോ ഇന്ദിരാ ഗ്യാരണ്ടി. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇൻഷുറൻസ് പദ്ധതി ഈ പ്രാവശ്യം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് പറഞ്ഞത്. അതിനുവേണ്ടി മാറ്റിവെച്ച തുക എത്രയാണ്? 10 കോടിയാണ്. 10 കോടി രൂപ കൊണ്ട് എത്ര പേർക്ക് 25 ലക്ഷം രൂപ സഹായിക്കാൻ സാധിക്കും? അവർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള തുകയെങ്കിലും മാറ്റിവെക്കണ്ടേ? അതാണല്ലോ ബഡ്ജറ്റ്. ഇത്രയും വിപുലമായൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഒരു ടോക്കൺ തുകയായിട്ടുള്ള 10 കോടി രൂപ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പദ്ധതി അത് ചാപ്പള്ളയാണ്, അത് നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. സൗജന്യ KSRTC യാത്രക്ക് വേണ്ടി, സ്ത്രീകളെ സൗജന്യ KSRTC യാത്രക്ക് വേണ്ടി 600 കോടി മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഗതാഗത മന്ത്രി പറഞ്ഞത് പ്രതിമാസം 100 കോടിയിലേറെ സർക്കാർ KSRTCക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ്. അതുകൂടാതെ KSRTC ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഓരോ മാസവും 50-60 കോടി രൂപ സർക്കാർ KSRTCക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോൾ പുതിയതനുസരിച്ച്, പുതിയ സൗജന്യമനുസരിച്ച് ഏതാണ്ട് 150-160 കോടി പ്രതിമാസം സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുക്കേണ്ടി വരുമെന്നിരിക്കെ ഈ 600 കോടി രൂപ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ 6 മാസത്തേക്കാണോ ഈ പദ്ധതി? മിനിമം 1 വർഷത്തേക്ക് ആവശ്യമായ തുകയെങ്കിലും മാറ്റിവെക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഈ ആളുകളെ പറ്റിക്കുന്നത്? ഈ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഓരോ പദ്ധതിയും ഇങ്ങനെയാണ്.
അതുകൊണ്ട് പുതിയ ധനാഗമ മാർഗങ്ങളൊന്നുമില്ലാതെ, പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ, ഖജനാവ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയില്ലാതെ ആളുകളെ പറ്റിക്കുന്ന ഒരു കൺകെട്ട സർക്കസ് ആയിട്ട് മാത്രമേ ഇന്നത്തെ ബജറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം നിലവിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ കുറച്ചുകൂടി കേരളത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. ഇപ്പം MSMEക്ക് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. എത്ര കോടിയാണ് മാറ്റിവെച്ചത്? അതുകൊണ്ട് എന്താകും? അതുകൊണ്ട് മാറ്റിവെച്ച തുകയും പദ്ധതിയും യാതൊരു പൊരുത്തവുമില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, യാഥാർത്ഥ്യബോധമില്ലാത്ത കേവലം ഒരു പ്രസംഗം മാത്രമായിട്ട് ബഡ്ജറ്റ് പ്രസംഗം മാറുകയാണ്. പ്രസംഗ മത്സരമാണെങ്കിൽ VD സതീശന് അവാർഡ് കൊടുക്കാമായിരുന്നു. നിയമസഭയിൽ അദ്ദേഹം വളരെ മനോഹരമായി പ്രസംഗിച്ചിട്ടുണ്ട്. ആളുകളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ വാരി വിതറിയിട്ടുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്കൊന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് യാഥാർത്ഥ്യബോധമില്ലാത്ത വെടിക്കെട്ടിലെ കേവലം ആകാശ വിസ്മയം മാത്രമാണ് ഈ ബഡ്ജറ്റ് എന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്.